Hello everyone, it's me Sabitha Charles from Putturans. നമ്മൾ ഇന്ന് കാണുന്നതും സാരികളുടെ കളക്ഷൻ ആണ്. ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ മെറ്റാലിക് സെറി അല്ലെങ്കിൽ ബ്ലാക്ക് സെറിയിൽ വന്നിട്ടുള്ള സാരികളുടെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഒരു സെറി വർക്കിലാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാം. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 989 രൂപയാണ്. സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9435. അതാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. സെർച്ച് കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിന്റെ തന്നെ 8 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്ന കളർ ഒരു ഓണിയൻ പിങ്കിന്റെ ഷെയ്ഡിലാണ്. ഞാൻ പറഞ്ഞതുപോലെ മെറ്റാലിക് സെറിയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. അതിൽ ഒരു ബ്ലാക്ക് സെറി ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം. ഇതിനകത്ത് പോയിട്ടുള്ളത് ആ ഒരു ബൂട്ടയായിട്ടാണ് അതിന്റെ വർക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിനകത്ത് മെറ്റാലിക് സെറിയിൽ പോയിട്ടുള്ളത്. മാത്രമല്ല അതിന് ചുറ്റും ഒരു സ്പ്രേ പെയിന്റിന്റെ ഇഫക്റ്റ് പോലത്തെ ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഓൾ ഓവർ ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ പോയതുപോലെയാണ് ഈ സാരിയുടെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ പല്ലുപാട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു സെറി വർക്ക് ഇതിന്റെ പല്ലുവിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ടെസലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സാരി വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് നോക്കുമ്പോൾ കോൺട്രാസ്റ്റിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഞാൻ വെച്ച് കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. കോൺട്രാസ്റ്റ് ആയിട്ടാണ് സാരികളുടെ ബ്ലൗസുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. മാത്രമല്ല അതിനകത്തും ആ മെറ്റാലിക് സെറിയുടെ ഒരു വീവിംഗ് പാറ്റേൺ ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ പോകുന്നുണ്ട്. ഇനി സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനായിട്ടും മെറ്റാലിക് സെറി ഇതിന്റെ ലോവർ പാർട്ടിനകത്തായിട്ട് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സിമ്പിൾ ഒക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു സാരി തന്നെയാണ്. ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യാവുന്ന തരത്തിലുള്ള ഫാബ്രിക്കിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 989 രൂപയാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ്. ലൈറ്റ് റോയൽ ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഇതിന്റെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ഒരു മെറ്റാലിക് സെറിയുടെ ബൂട്ടാസ് പോകുന്നുണ്ട്. ഫ്ലോറൽ പ്രിന്റ് ആണ് അതിനകത്ത് വീവിംഗ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഒന്നും കൂടെ ഞാൻ ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം. വീവിംഗ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇൻസൈഡിൽ നോക്കുമ്പോൾ ആ വീവിംഗ് പാറ്റേൺ കാണാൻ കഴിയും. മാത്രമല്ല ആ വീവിങ്ങിന്റെ ചുറ്റുമായിട്ട് ഒരു സ്പ്രേ പെയിന്റിന്റെ ഇഫക്റ്റ് പോലെയാണ് അതിനകത്തുള്ള പ്രിന്റ് പോയിട്ടുള്ളത്. ബ്ലൗസ് പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫുള്ളായിട്ടുള്ള മെറ്റാലിക് സെറി ഇതിനകത്തും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബ്ലൗസ് പീസ് ഒന്ന് കാണാം. ബ്ലൗസ് പീസ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ കളറിലാണ്. ഇതിനകത്തും ആ സിൽവർ സെറിയാണ് ലൈൻസ് ആയിട്ട് പോയിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 989 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പർപ്പിളിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനകത്തും നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ ബൂട്ട പോകുന്നുണ്ട്. ബൂട്ടയിൽ തന്നെ ആ ഒരു സ്പ്രേ പെയിന്റിന്റെ ഒരു എഫക്റ്റിലാണ് ഇതിനകത്തുള്ള ഡിസൈൻസ് പോകുന്നത്. കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ് പീസും ഞാൻ കാണിച്ചു തരാം. ബ്ലൗസ് പീസും ആ പല്ലുവിന്റെ ഈ സ്പ്രേ പെയിന്റിന്റെ ഒരു എഫക്റ്റ് ഇല്ലേ, ആ ഒരു എഫക്റ്റിലുള്ള കളറിലാണ് എല്ലാത്തിന്റെയും ബ്ലൗസ് പീസ് പോകുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. വന്നിരിക്കുന്നത് 989 ആണ്. നമ്മൾ കാണുന്നത് പീക്കോ ഗ്രീന്റെ ഒരു ലൈറ്റ് ടോണും ഡാർക്ക് ടോണും കൂടി ആയിട്ടുള്ള ഒരു മിക്സിലാണ് വന്നിട്ടുള്ളത്. ഇതിനകത്തും ആ ഒരു ബൂട്ടയിൽ തന്നെ മെറ്റാലിക് സെറിയുടെ വർക്കാണ് പോകുന്നത്. അതുപോലെ ഇതിന്റെ പല്ലു വരുന്നതും ഇങ്ങനെയാണ്. മെറ്റാലിക് സെറി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഡാർക്ക് ആയിട്ടുള്ള പീക്കോ ഗ്രീനിൽ തന്നെയാണ്. നമ്മൾ ഇത്ര നേരം കാണുന്നത് പോലെ കോൺട്രാസ്റ്റിൽ തന്നെയാണ് ബ്ലൗസും വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 989 രൂപ. നമ്മൾ കാണുന്നത് പർപ്പിളിന്റെ തന്നെ വേറൊരു ഷെയ്ഡിലാണ്, ടോണിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത്ര നേരം കണ്ടതുപോലെ തന്നെ ഒരു മെറ്റാലിക് സെറിയിലുള്ള ബൂട്ടയാണ് ഓൾ ഓവർ ബോഡിയിൽ പോകുന്നത്. പല്ലു വരുന്നതും ആ ഒരു ബൂട്ട വർക്കിൽ തന്നെയാണ്. നമുക്ക് ഇതിന്റെ ബ്ലൗസ് പീസും കൂടി ഒന്ന് നോക്കാം. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ്. എല്ലാത്തിന്റെയും കോൺട്രാസ്റ്റ് തന്നെയാണ്. ഈ ഒരു ഷെയ്ഡിലായിരിക്കും ഇതിന്റെ ബ്ലൗസ് വരുന്നത്. സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനായിട്ട് സെറി ഇൻക്ലൂഡഡ് ആണ്. മാത്രമല്ല ബ്ലൗസിൽ വരുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ്. മെറ്റാലിക് സെറിയിലുള്ള സ്ട്രൈപ്പ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 989 രൂപ. നമ്മൾ കാണുന്നത് ഗ്രീനിന്റെ ഒരു ടോണിലാണ്. ലൈറ്റ് ഒലിവ് ഗ്രീൻ എന്നൊക്കെ പറയാം. ആ ഒരു ടോണിലാണ് വന്നിട്ടുള്ളത്. ഇത്ര നേരം കണ്ടതുപോലെ തന്നെ ആ ഒരു മെറ്റാലിക് സെറി അല്ലെങ്കിൽ ബ്ലാക്ക് സെറിയിലാണ് ഇതിനകത്തുള്ള ബൂട്ടയൊക്കെ പോകുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു ഡാർക്ക് ടോണിലാണ്. ഡാർക്ക് ടോൺ എന്ന് പറയുമ്പോൾ ആ ഒരു കോൺട്രാസ്റ്റിലുള്ള കളറിലാണ് ഇതിന്റെ പല്ലുപാട്ട് പോകുന്നത്. ബ്ലൗസ് പീസും നമ്മൾ കാണുന്നത് പോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പീസും വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 989 രൂപ. നമ്മൾ കാണുന്നത് പിങ്ക് കളറിൽ വന്നിട്ടുള്ളതാണ്. സെമി സിൽക്കിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ബൂട്ട പോയിരിക്കുന്നത് മെറ്റാലിക്കിലാണ്. അതുപോലെ തന്നെ
നല്ല ഭംഗിയുള്ള എന്താ പറയുക ഡാർക്ക് ടോണിൽ അതിനകത്തൊരു സ്പ്രേ പെയിൻറ്റിൻ്റെ ഇഫക്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സാരി വന്നിരിക്കുന്നത്. പല്ലുപാട്ട് വരുന്നതും മെറ്റാലിക്കിൻ്റെ ആ ഒരു ബൂട്ട ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. നമ്മൾ കണ്ടതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെയും ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 989 ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഓൺ കാണുന്നത് ലൈറ്റ് ഗ്രീൻ കളറിലുള്ളതാണ്. സെയിം പാറ്റേണിലാണ് ഓൾ ഓവർ ബോഡിയിൽ ആ ഒരു മെറ്റാലിക് ഓർ ബ്ലാക്ക് സെറിയിലുള്ള ബൂട്ട വർക്കാണ് പോകുന്നത്. പല്ലുപാട്ട് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ്. ആ ഒരു ഗ്രീൻ കളറിലാണ്, ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 989 ആണ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.poothrands.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ID വന്നിരിക്കുന്നത്. നിങ്ങളത് ആ ഒരു ID അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു സെർച്ച് കോഡ് ഉണ്ടല്ലോ, ആ സെർച്ച് കോഡ് അതിൽ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ എത്താൻ കഴിയുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ തന്നെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 പ്ലാറ്റ്ഫോമിലെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലിങ്ക് വർക്ക് ആവുന്നില്ല, അത് നോർമലി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനതിൽ സെർച്ച് കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സെർച്ച് കോഡ് വഴിയും നിങ്ങൾക്ക് ഇതിനകത്ത് കയറി അതല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ സൈസോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് പോരാവുന്നതാണ്. ഇനി അതൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് നമ്മൾ ഇതെല്ലാം തന്നെ വാട്സാപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം തന്നെ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. കാരണം വീഡിയോ ഔട്ട് ആകുമ്പോൾ തന്നെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. വാട്സാപ്പിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ടൈം റിപ്ലൈ വന്ന് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ചില പ്രൊഡക്റ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ സപ്പോർട്ടിനായിട്ട് മാത്രം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതിന്റെ അർത്ഥം വാട്സാപ്പിൽ കൂടെ സെയിലില്ല എന്നല്ല, നിങ്ങൾക്ക് കഴിയാത്തവർക്കായിട്ടാണ് നമ്മൾ വാട്സാപ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ 500 എബവ് വരുന്ന വീഡിയോ എല്ലാ ഷോപ്പിങ്ങിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്ത് തന്നെ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയ്ക്കും 50 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇനി DTDCയോ സ്പീഡ് പോസ്റ്റോ അതെല്ലാം വേറെ ഏതെങ്കിലും കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈനിലും ഷോപ്പിലും അവൈലബിൾ ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടായ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെ SBI ബാങ്കിന്റെ തൊട്ടടുത്താണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI ബാങ്ക് ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും ഇത് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 AM മുതൽ 8 o'clock വരെയാണ്. വീഡിയോ ഔട്ട് ആവുന്നത് ഞാൻ റണ്ണിങ് ഫാബ്രിക്കിന്റെ പറയുന്നത് പോലെ 7:30 AM മുതലാണ്. 7:30 AM, 8 AM, 8:30 AM അങ്ങനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഗ്യാപ്പിലാണ് വീഡിയോകളെല്ലാം തന്നെ ഔട്ട് ആകുന്നത്. 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടായി കഴിയുന്നതാണ്. നോർമലി ഒരു 3-4 റണ്ണിങ് ഫാബ്രിക്കിന്റെ വീഡിയോയും പിന്നെ സാരി, സൽവാർ, കോട്ടൺ സൽവാർ സെറ്റ്, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ സാരികളൊക്കെ കുറേ അധികം പ്രൊക്യൂർ ചെയ്യാനുള്ളതിൻ്റെ ഒരു ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുറച്ചധികം സാരികളുടെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടേംസ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.